വീക്കെൻഡിൽ വരുന്നു, പിറ്റത്തെ മേ ബി സാറ്റർഡേ നൈറ്റ് വരുന്നു, സൺഡേ ഒരു ദിവസം ഉണ്ടാവുന്നു, മൺഡേ മോർണിംഗ് പോകുന്നു. ആ ഒരു സ്പേസിനുള്ളിൽ അവരെല്ലാ സ്പേസിലും കയറി ഇറങ്ങണം, എല്ലാ സ്പേസും എൻജോയ് ചെയ്യണം. എന്നാൽ അവർക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നൽകണം. ഫ്രണ്ടിൽ വന്നൊരു എലമെന്റ് കൃത്യമായിട്ട് ഈ വീട്ടിൽ വലിയൊരു ബോർഡിൽ വന്നിട്ടുണ്ട് അല്ലേ? പുള്ളിക്കാരുടെ ഐഡിയ ആയിരുന്നു ശരിക്കും. അപ്പൊ അത് വർക്കൗട്ട് ആയാലും പുള്ളിക്കാരിക്കാണ് അതിന്റെ നല്ലത്, വർക്കൗട്ട് ആയില്ലെങ്കിലും പുള്ളിക്കാരിക്ക് ആർക്കിടെക്ടിന്റെ ഐഡിയ ആണ്. അപ്പൊ മകനുള്ള കാരണം മകനെ വേണേ പഠിപ്പിക്കാം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആക്കാം, കിച്ചൺ ഇവിടെ ഉള്ള കാരണം അതും യൂസ് ചെയ്യാം. ഏത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തിരിച്ചേക്കാന്ന്. ഞാൻ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഫീച്ചറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണം അതിനോട് ഒരു ലോക്ക് വെച്ചിട്ടുണ്ട്. ഈ ലോക്ക് അകത്തോട്ട് ആക്കി കഴിഞ്ഞാൽ ഇത് തുറക്കാം. ഇങ്ങനെ ഒരു സ്ലൈഡർ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് ഓൺ ചെയ്ത് വെച്ചാൽ ഇതിലെ വെള്ളം സഫീഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ അടിയിൽ കൂടെ ഞങ്ങൾ പൈപ്പ് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. ഓക്കെ ഓക്കെ, ഇവിടെ എത്തും. യെസ്, ആൻഡ് ഇതിലെ സഫീഷ്യൻ്റ് ആയി വെള്ളം ആയി കഴിഞ്ഞാൽ അടുത്ത സ്ലാബിലേക്ക് കയറും. അപ്പൊ അവന്റെ കളിസ്ഥലം, അവന് ഇടയ്ക്ക് ഈ ചെടിയുടെ ഉള്ളിൽ കൂടെ ചാടി വരാം അല്ല. സോ എവറി ഡേ റൂമിൽ കയറി ഇറങ്ങണം. അപ്പൊ അപ്പുറത്ത് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് ചെടിയൊക്കെ നശിപ്പിക്കണം. എന്നാലാണല്ലോ അവനും ആ ഒരു പ്രകൃതിയുമായിട്ട് അണങ്ങി വരുള്ളൂ. പുതിയൊരു ഗംഭീര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു, നമ്മളെവിടെ പിഞ്ചു? നമ്മള് വെളപ്പായ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൃശ്ശൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജിന് അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു കിടിലം വീട് കാണിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നടാവി, നമ്മൾ ഈ കിളിക്കൂടൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലൊരു വീടാണ്. എന്നാൽ കിളിക്കൂട് പോലെ ചെറിയൊരു വീടൊന്നുമില്ല, 2360 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ്. അതെ, ഒരു അടിപൊളി വീട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചില വീടുകളാണ് നോക്കി നിന്ന് പോകാറുണ്ട്. നിങ്ങളും അതുപോലെ നോക്കി നിന്ന് പോകുന്ന ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു അടിപൊളി വീടാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത്. അതെ, ശ്രീജിത്ത് ശ്രുതി ദമ്പതികളുടെ വീടാണ്. മകൻ സാകേതും ഉണ്ട്, സച്ചു. അതെ. അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് കേട്ടോ. അപ്പം അവരുടെ വീട്ടുവിശേഷങ്ങളും വീടുമാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? അതെ. യെസ്, കം ഓൺ എവരിബഡി. കയറി വരാം. മികച്ച ഒരു ലാൻഡ്സ്കേപ്പും ആ എലവേഷനൊക്കെ കാണുമ്പോൾ തന്നെ അല്ലേ? അതെ അതെ, എന്തോ ഒരു ഭയങ്കര നമ്മളെന്തോ ഇങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യിക്കുന്ന എന്തോ ഒരു പോസിറ്റീവ് എനർജി ഈ വീടിന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഒരു വൗ എലമെന്റ് ഈ വീട്ടിലുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ വീടിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. കം ഓൺ എവരിബഡി, കയറി വാ. ഇതാണ് ഈ കൊച്ചു വീട്ടിന്റെ ഉടമകൾ കേട്ടോ. നമസ്കാരം. ശ്രീജിത്ത്, ശ്രുതി, രണ്ടുപേരും എന്താ ചെയ്യുന്നത്? ഞാൻ സൗത്ത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ കോയമ്പത്തൂർ സായിബാബ കോളനിയിലെ ബ്രാഞ്ച് ഹെഡാണ്. ഓ, അടിപൊളി. ഞാൻ യൂണിയൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, പാട്ടിരായ്ക്കൽ ബ്രാഞ്ചിൽ. രണ്ടുപേരും ബാങ്കാണ്. രണ്ടുപേരും ബാങ്കേഴ്സാണ്. ഞങ്ങളുടെ അച്ഛനമ്മമാരും അച്ഛന്മാരും ബാങ്കേഴ്സാണ്. അത് നെപ്പോട്ടിസം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു കുഞ്ഞു വീടാണല്ലേ? നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമായിരുന്നു ഒരു ചെറിയ ഓപ്പൺ വീട് വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് കുറച്ച് വ്യത്യാസമാവണമെന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു രീതിക്ക് വേണ്ട, കുറച്ചും കൂടിയും ഒരു ട്രഡീഷണലും ഒരു മോഡേണും രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു വീട് വേണം നമ്മൾ ആർക്കിടെക്റ്റിനോട് ആവശ്യപ്പെട്ടു. 2-3 കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം ഒന്ന് ഓപ്പൺ ആയിരിക്കണം, കുറച്ച് കാറ്റ് മേടിച്ച് കുളിക്ക് കിടക്കണം. പിന്നെ ബഡ്ജറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ബഡ്ജറ്റും പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചൊരു വീട് മതിയെന്ന് ഒരു ഐഡിയ കൊടുത്തു. ബാക്കി പിന്നെ പുള്ളിയാണ് ഇതാ ഈ ഫിനിഷ് ചെയ്ത് തന്നിരിക്കുന്നത്. ഒന്നാം തരം ഒരു ഫിനിഷിംഗ് തന്നെയായി പോയിട്ടോ, എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എന്തായാലും വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഏറി നിന്നിട്ട് പറയാം. ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എലവേഷൻ ഒരു ഡിഫറൻ്റ് ആയിട്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫ്രെയിമിനുള്ളിലൂടെയാണ് നമ്മൾ വീട് കാണുന്നത്. പിന്നെ അങ്ങ് ദൂരെ നോക്കുവാണെങ്കിൽ മുകളിൽ നിൽക്കുന്ന 2 സ്ലോപ്പ് റൂഫ് അത് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റോൺ ക്ലാഡിംഗ് അത് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ നല്ല എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചിരുന്നു. അതാണ് ഇതൊരു ടൈലാണ്. പക്ഷേ നമുക്ക് അതിനൊരു ടൈലിന്റെ ഫീൽ കിട്ടൂല, എന്നാ ഒരു കല്ലിന്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടുകയും ചെയ്യും. ഓക്കെ, ഒരു സ്റ്റോൺ എലമെന്റ് വേണമെന്ന് ആഗ്രഹം. ഇപ്പൊ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും നിങ്ങൾ സ്റ്റോണും ഗ്രാസും മിക്സ് ചെയ്തിട്ടാ ചെയ്തിരിക്കുന്നത് അല്ലേ? കൊറിയൻ എന്തൊക്കെ സ്റ്റോണുകളാ, പലതരം സ്റ്റോൺ കാണുന്നുണ്ടല്ലോ. 3 ടൈപ്പ് ഉണ്ടായിരുന്നു ഇതില്. അതിന്റെ ഇടയിൽ അവർ ഗ്രാസ് വെച്ചു. ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് കുറച്ചത്. മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷേ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യം പറഞ്ഞാൽ ഇവർ 1 മാസമായിട്ടുള്ളൂ ഈ വീട്ടിൽ കയറി താമസം. അതായത് ഔദ്യോഗികമായിട്ട് തുടങ്ങിയിട്ടില്ല. 1 മാസമായിട്ടുള്ളൂ ഇതിന്റെ കയറി താമസം കഴിഞ്ഞിട്ട്. പേര് ശരിക്കും സാകേതം, അതായത് അയോധ്യ എന്ന് അർത്ഥം വരുന്നത് അല്ലേ? ഓക്കെ, മകന്റെ പേര് സാകേത് റാം, രാമന്റെ അയോധ്യ, അങ്ങനെ എന്തോ. ഓക്കെ, കമോൺ എവരിബഡി. ഇപ്പോൾ നമുക്ക് മെല്ലെ ഇങ്ങോട്ട് കയറാം. ആദ്യം ഒരു കമാനമാണ്. ആ കമാനം കണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഈ 2360 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് കാർ പോർച്ച് അടക്കമാണല്ലേ? അതെ, ഇതും കൂടി ചേർത്തിട്ടാണ്. മേലെ റൂഫ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഒരു കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. അതെ, ഇവിടെ ഒരു കാറ് വേണമെങ്കിൽ നമുക്കൊരു 3-4 കാറ് നിർത്താൻ പാകത്തിന് കൂടെ സൗകര്യം വെച്ചിട്ടുണ്ട്. 20 സെന്റാണ് പ്ലോട്ട് വരുന്നത് അല്ലേ? അതെ, ടോട്ടൽ 20 സെന്റാണ്. മുന്നിൽ കുറച്ച് സ്ഥലം, ബാക്കിൽ പിന്നെ നടുക്ക് വീട്. ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പിലാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് നീളത്തിൽ പണിയാനുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു നില മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഓക്കെ സിംഗിൾ സ്റ്റോറി വീടാണ്, അതേസമയം ഇത് മൊത്തം വാർത്തിട്ടുള്ള ഒരു വീടും അല്ല. ഒരു അതെ, എൽ ഷേപ്പിലാണ് ഇതിന്റെ വാർപ്പുള്ളത്. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ബെഡ്റൂംസ് ഒരു ലൈനിലാണ്. ആ ലൈൻ ഫുള്ള് എൽ ഷേപ്പിന്റെ എല്ല്, പിന്നെ മറ്റേ എൻഡ് കിച്ചൺ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ വാർത്തിട്ടുള്ളൂ. ഈ പോർഷൻ ഞങ്ങൾ വാർക്കാതെ വിട്ടിരിക്കുക. അതിന്റെ ഏറ്റവും മുകളിലൊരു ടൈല് ഒരു സാൻഡ്വിച്ച് മോഡൽ, അതിന്റെ ഏറ്റവും മുകളിലൊരു ടൈല്, അതിന്റെ താഴെ വേറൊരു ടൈല്, നമുക്ക് കാണുന്നത് ഒരു ടൈല്, മുകളിൽ വേറൊരു ടൈല്. അപ്പോൾ ഈ ചൂട് എടുക്കില്ല. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കാറ്റും വെളിച്ചും ഉള്ളിലേക്ക് കിടക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആദ്യത്തെ കൺസെപ്റ്റ് വർക്കൗട്ടായി. പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ സെക്യൂരിറ്റി ആയിരുന്നു അടുത്ത ഇഷ്യൂ. കാരണം ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാൽ ഇത് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഇവിടുന്ന് ഹാർഡ്ലി 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നാളെ ഇവിടെ ഒരു വികസനം വരും എന്നൊരു അനുമാനം ഞങ്ങൾക്കുണ്ട്. കാരണം ഞാൻ പല മെഡിക്കൽ കോളേജിൻ്റെ അടുത്തും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റിൽ ഞങ്ങൾ ഇവിടെ ഒരു വികസനം വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്ടാവുക വെച്ചാൽ എൻ്റെ ഇപ്പുറത്തെയും പ്ലോട്ടിൽ ഒരു 20 ഫ്ലോർ ഹൈ റൈസ് വന്നാലും ഞങ്ങളുടെ പ്രൈവസി അത് എഫക്റ്റ് ചെയ്യരുതെന്ന് കൂടി ഞാൻ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കൺസേൺ. കാരണം ഇപ്പം നമ്മളത് മുൻകൂട്ടി ചിന്തിക്കില്ല. ഇപ്പം എൻ്റെ അച്ഛനും അല്ലെങ്കിൽ വൈഫിൻ്റെ അച്ഛനൊക്കെ വീട് പണിയുമ്പോൾ നമ്മൾ അത്രയും കടന്ന് ചിന്തിക്കില്ലായിരുന്നു. ഇന്ന് ഒരു 10 വർഷം 15 വർഷത്തേക്ക് എങ്ങനെ ഉണ്ടാവും നോക്കണം. ഞാൻ നിന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു 15 വർഷത്തിൽ ഒരു ഭയങ്കര ഡെവലപ്മെൻ്റാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്ഥലം കണ്ട പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ 15 വർഷം കഴിഞ്ഞ് ഈ സ്ഥലം കാണുന്നത്. ഉറപ്പായിട്ടും. അപ്പം നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ എനിക്കിപ്പോൾ അവിടെ കാണാം, പക്ഷേ നാളെ അത് ഉണ്ടാവണം എന്നില്ല. ഒരു നിർബന്ധമില്ല. അപ്പം ഞങ്ങൾക്ക് ഇനി ഇത് പൊളിച്ചു പണിയാൻ പറ്റില്ല ആ സമയത്ത്. അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീട് പണിതിരിക്കുന്നത്. ആർക്കിടെക്റ്റിന്റെ പേര് ഒന്ന് പറഞ്ഞേക്കൂ. ബ്രിജേഷ് ഉണ്ണി, അദ്ദേഹം നമുക്ക് പരിചയപ്പെടാം, ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഇനി വീടിന്റെ ഉള്ളിലേക്ക് കയറാം അല്ലേ? കമോൺ പരിപാടി. കുറെ സ്റ്റോൺ എലമെന്റ്. അതെ, ഞാൻ പറയുമായിരുന്നു, ഞാൻ കുറെ സ്റ്റോണുകൾ നമ്മൾ കണ്ടു. അതിനിടയ്ക്ക് കൊണ്ട് ഒരു സ്റ്റോണിൻ്റെ ഇടയ്ക്ക് നമ്മൾ സച്ചു ഇരിപ്പുണ്ട്. സച്ചു, നിങ്ങൾ രണ്ടുപേരും സച്ചുമാരാണ്. എന്നെ സച്ചു എന്ന് വിളിക്കുന്നത്, പണ്ട്, ഇപ്പം അല്ല. ഓക്കെ, ഒരുപാട് വളർന്നുപോയി. സിറ്റ് ഔട്ടിലേക്ക് കയറും അല്ലേ? അതെ. ഇവിടെ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പടിഞ്ഞാറൻ വെയിൽ നന്നായിട്ട് അടിക്കും. അപ്പോൾ ഈ പടിഞ്ഞാറൻ വെയിൽ അടിക്കുമ്പോൾ നമുക്കത് 2 തരത്തിൽ നമ്മളെ ബാധിക്കും. ഒന്ന്, ഉള്ളിലേക്ക് ചൂട് വരും. 2, ഇവിടെ കുറച്ച് മരങ്ങൾ കുറവാണ് ഈ സൈഡിൽ. അപ്പോൾ പടിഞ്ഞാറൻ കാറ്റ് വെയിൽ നേരിട്ട് അടിക്കുമ്പോൾ നമ്മളിവിടെ ഒരു ഇലഞ്ഞി വെച്ചത് അതിന് വേണ്ടിയിട്ട്. ഈ ഇലഞ്ഞി അധികം പൊങ്ങില്ല, നമ്മൾ കട്ട് ചെയ്ത് നിർത്തും. അപ്പോൾ ഈ ഇലഞ്ഞി അധികം വെയിൽ ഉള്ളിലേക്ക് വരാത്ത രീതിക്ക് വീടിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഇലഞ്ഞിത്തറ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാം. ഇലഞ്ഞിത്തറ മേളം. അത് ഇപ്പോൾ അത് ആയി വരുന്നുള്ളൂ. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. മെയിനായിട്ട് ഇതാണ്, പടിഞ്ഞാറൻ വെയിലിനെ ഒന്ന് തടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജാലിയും വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ജാലി ഉണ്ട്. ഈ ജാലിക്ക് 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് ഒരു പ്രൈവസി കിട്ടും. ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ്. 2, ഈ പടിഞ്ഞാറൻ വെയിൽ ഒറ്റയടിക്ക് ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് അടിക്കില്ല. അപ്പൊ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു ഷൂ സ്റ്റാൻഡ് കം സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ സിറ്റ് ഔട്ട് സ്പേസ് വരുന്നത്. അതെ, വീടിന്റെ ഉള്ളിലേക്ക് അതെ സ്വാഗതം. അതെ, താങ്ക് യു. സാകേതത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉണ്ടല്ലോ, ഒരു കാട്ടുചോലയുടെ അടുത്തേക്ക് പോയ പ്രതീതി ഉണ്ട്. കാരണം ഒരു അരുവി എവിടെ ഒഴുകുന്ന ഒരു ഫീല്, ശബ്ദം എങ്ങനെ കേൾക്കാം. അത് വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഭാഗം മുഴുവൻ ഒരു ഫൗണ്ടൈനും, ശരിക്കും പറഞ്ഞ ഒരു അരുവി തന്നെയാണ് തോന്നുന്നത് നീളത്തിലല്ലേ. ആ ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിൽ മുഴുവൻ കേട്ടോണ്ടേയിരിക്കും. ഏത് റൂമിൽ എന്തായാലും കേൾക്കാം. ശരിക്കും ഇതൊരു അയോധ്യയായിട്ട് തന്നെ മാറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ്. അതെ, ഇത് ഞങ്ങൾ ഈ ഡോറിന്റെ കൂടി കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ നമുക്ക് ആദ്യം ഒരു സെക്യൂരിറ്റി കൺസേൺ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ ഈ വീടിന്റെ മുന്നിൽ ഗ്രില്ല് വെക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഈ ഡോർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് വേണ്ടാന്ന് വെച്ചു. ഞങ്ങളുടെ ബാങ്കിന്റെ ഒക്കെ സ്ട്രോങ് റൂം പോലത്തെ ഒരു ഡോറാണ് ഇത്. അപ്പോൾ ഇതൊരു റെഡിമെയ്ഡ് ഡോറാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇത് വുഡല്ല, ഇത് സ്റ്റീലാണ്. ബാങ്ക് മാനേജറോട് ഡോറിന്റെ ഇതിനെപ്പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അപ്പൊ നമ്മളെപ്പോഴും അതാണ് മുന്നിൽ കാണാറ്. സിറ്റിംഗ് സ്പേസ് ആണ്. അപ്പൊ ഈ ഫർണിച്ചർ എല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ഐഫ എന്നാണ്. ഐഫ ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തതും ഐഫ തന്നെയാണ്. ആർക്കിടെക്ടിന്റെ ഐഡിയാസ് പ്രകാരം ഐഫ ആണ് ഈ ഫർണിച്ചർ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല കിടിലൻ ഫർണിച്ചർ കേട്ടോ. നല്ലൊരു ഈ തീമിന് ചേരുന്ന രീതിയിലുള്ള ഇത് ഒരു തീമിൽ ഒരു ഡിസൈൻ കം ഒരു കളർ ടീമിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതും ഒരു പോസിറ്റിവിറ്റി എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു സൗണ്ട്, വെള്ളത്തിന്റെ സൗണ്ട്, ബുദ്ധ സ്റ്റാച്യു, അതെല്ലാം ഒരു പോസിറ്റീവ്
എനർജി ഫീൽ ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ വെച്ചാണ്. ഇത് വുഡല്ല, എല്ലാം കോൺക്രീറ്റ് തന്നെയാണ്. അതല്ലേ? അതെ, അതിന്റെ ഒരു വുഡൻ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പോളിഷ് ചെയ്തതാണ്. അതെ, ബുദ്ധന്റെ പല റെഫറൻസുകൾ നമ്മൾ പല വീട്ടിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സ്കൾപ്ചറോ അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് കാണാനുണ്ടോ? സാധാരണ ഇതെല്ലാം ഒരു താജ് അല്ലെങ്കിൽ ഒരു 5-star ഹോട്ടൽ പ്രോപ്പർട്ടീസിലുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ലായിരുന്നു. കാരണം അവിടെയൊക്കെ വലിയ വാൾ സ്പേസ് ഉണ്ട്. നമ്മൾ അതിനൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് അതിലേക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിക്കാണ്. ഓക്കെ ഓക്കെ. ലൈറ്റ് എലമെന്റ് ഞാൻ നോക്കാം, വളരെ സട്ടിൽ ആയിട്ടുള്ള ലൈറ്റ് ആണ് ഭൂരിഭാഗം പോയിരിക്കുന്നത് അല്ലേ? നമ്മൾ ട്യൂബ് യൂസ് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ നമ്മുടെ വലിയ ബുദ്ധനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മള് ഈ ഒരു വോള് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞില്ല അല്ലേ? നമ്മുടെ ഫ്രണ്ടിൽ വന്നൊരു എലമെന്റ് കൃത്യമായിട്ട് ഈ വീട്ടിൽ വലിയൊരു വോളിൽ വന്നിട്ടുണ്ട് അല്ലേ? പുള്ളിക്കാരുടെ ഐഡിയ ആയിരുന്നു ശരിക്കും. അപ്പൊ അത് വർക്കൗട്ട് ആയാലും പുള്ളിക്കാരിക്കാണ് അതിന്റെ നല്ലത്, വർക്കൗട്ട് ആയില്ലെങ്കിലും പുള്ളിക്കാരിക്കാണ് വർക്കൗട്ട് ആയതുകൊണ്ട് ഇനി എന്ത് പറയാലോ. ആദ്യം അത് പകുതി വരെ വരുന്നവരോട് മുഴുവൻ പറയൂ തന്റെ മാത്രം ഐഡിയ. ഓ, കയ്യടിയാ നോക്കിയ ഭർത്താവ്. പിന്നെ ഇവിടെയാണെങ്കിൽ മറ്റൊരു വോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഓപ്പൺനെസ്സിനെ ഭയങ്കര കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ? ഒരു ക്യൂബിക്കിൾ ടൈപ്പ് ആണ്, ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട്, ഫുൾ കവേർഡ് അല്ല എന്ന. ഇവിടെ ഒരു ഗസ്റ്റ് വന്നിരുന്നാല് അവർക്ക് അങ്ങോട്ട് ആക്സസും ഇല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രൈവസി കിട്ടും. ശരിക്കും ഒരു സ്ക്രീൻ വെച്ച പോലെ. അതെ, ഇവിടെയാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ പ്ലസ് ഫാമിലി ലിവിങ്. അപ്പോൾ അത് ഞങ്ങളെ ഇങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ആർക്കിടെക്റ്റും ഞാൻ പറഞ്ഞ ഐഫയാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അവര് ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. ആൻഡ് നമുക്ക് ഈ ആദ്യം ഈ സ്റ്റോൺ ക്ലാഡിങ് നമ്മൾ പകുതി വരെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ള് വരെ വെച്ചാലാണ് ഭംഗി എന്ന് പറഞ്ഞാലും നമ്മൾ വെച്ചതാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു വാട്ടർ ബോഡി പറഞ്ഞിട്ടുണ്ട്. ആ വാട്ടർ ബോഡിയുടെ ഉള്ളില് നമ്മളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ വാട്ടർ ബോഡിയിൽ നമ്മളൊരു 3 ഫിഷിനെ വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്ന ലൈറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ വെന്റിലേഷൻ അത് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടല്ലേ? കാരണം നമ്മളിവിടെ ഡേ ടൈമിലുള്ളപ്പോ നമുക്കിവിടെ ഫാനിന്റെ ലൈറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളിവിടെ ട്യൂബ് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അതും ഇതിന്റെ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് രാത്രി ഇപ്പൊ കുറച്ചൊരു ഡാർക്ക് ആണോ എന്ന് ഫീലിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ട്യൂബിനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് മാറ്റാം. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അത് ഡിവൈഡ് ചെയ്തിട്ടില്ല, അതിനുള്ള ഒരു പ്രൊവിഷനും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ബട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെന്തായാലും നല്ല ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് തന്നെ ഓപ്പൺ സ്പേസിൽ തന്നെ വന്നിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. കോമൺ വാഷ് ഏരിയ. ഈ ടൈല് ഒരു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പോയി കണ്ട സ്ഥലത്ത് ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫിനിഷിംഗ് കാണാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ അത് എടുത്തതാണ്. കറക്റ്റ് സാധനം കിട്ടി. ഈ ഫാമിലി ലിങ്കിന്റെ അവിടെ തന്നെയാണ് നമ്മുടെ TV സ്പേസും കൊടുത്തിരിക്കുന്നത്. അപ്പം എല്ലായിടത്തുനിന്നും ഒരു ആക്സസ് ഉള്ള രീതിയിൽ എവിടെ നിന്ന് വേണേലും TV കാണാന്നുള്ള രീതിയിലാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഈ വീടിന്റെ ഒരു പ്രത്യേക ഭംഗി അല്ലേ? അതിങ്ങനെ ഈ പകുതി വോളും ഒക്കെ വന്നിട്ട് അതൊരു പ്രത്യേക ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് തിരിയുമ്പോൾ കണ്ടോ ഈ ഭംഗിയെല്ലാം കൂട്ടുന്ന രീതിയിൽ ഒരു സ്റ്റെയർ കേസ് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളൊരു സിറ്റിംഗ് സ്പേസ് കം സ്റ്റെയർ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. സിറ്റിംഗ് സ്പേസ് എന്ന് പറയുമ്പോൾ എവിടെ വരും? അല്ല, നമുക്ക് എവിടെ വേണേ ഇരിക്കാം. പ്ലസ് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് അതിനോട് അനുയോജ്യമായിട്ടുള്ളൊരു ടേബിൾ പോലെ വെച്ചിരിക്കുകയാണ്. ഇത് ആർക്കിടെക്ടിന്റെ ഐഡിയ ആണ്. അപ്പൊ മകനുള്ള കാരണം മകനെ വേണേ പഠിപ്പിക്കാം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആക്കാം. കിച്ചൺ ഇവിടെ ഉള്ള കാരണം അതും യൂസ് ചെയ്യാം. ഏത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തിരിച്ചേക്കാന്ന്. മറ്റേ CID മൂസയിൽ പറയുന്ന പോലെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വയ്ക്കാം. സാധാരണ നമ്മള് കോമൺ ആയിട്ട് കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറേ അല്ല. മോന് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അവരിവിടെയാണ് ഇരിക്കാറ്, ഇവിടെ ഇരുന്നാണ് പഠിക്കുക. കഴിക്കണമെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സ്റ്റെയറിന്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞ പോലെ ഈ സ്പൈറിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇത് ഞങ്ങൾക്കൊരു എന്താ പറയുക, നമ്മളൊരു ഓപ്പൺ ടെറസിലേക്കാണ് ഇത് ഇറങ്ങണമെന്ന് വെച്ചാലും ഇതിനൊരു സ്പെസിഫിക് യൂസ് ഉണ്ട്. നമുക്കിത് ഞാൻ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഫീച്ചറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ കാരണം ഞങ്ങളിവിടെ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്ക് താഴത്തോട്ടാക്കി കഴിഞ്ഞാൽ ഇത് തുറക്കാം. ഇങ്ങനെ ഒരു സ്ലൈഡർ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പിടിച്ചിട്ട് അനായാസം നമുക്കിത് തുറക്കാം. ഈ ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ കിച്ചൺ ആണെങ്കിലും ശരിക്കും ഒരു പ്രൈവസി ഉള്ള ഒരു കിച്ചൺ ആണ്. അപ്പം അതിനനുസരിച്ച് ഇവിടെ ഒരു സ്പേസ് വന്ന പോലെയായി. സൺലൈറ്റ് വരുന്നുണ്ടോ?
അത് ശരിക്കും ഈ സ്റ്റെയറിന്റെ ഇടയിൽ കൂടെ കൂടെ വരുന്ന ട്രാൻസ്പെറന്റ് ഷീറ്റ് ആണ് ഏറ്റവും മുകളിൽ. ഇതിന്റെ മുകളിൽ ഈ സ്റ്റെയറിൽ വന്നിരിക്കുന്ന അതേ പാറ്റേൺ തന്നെ നമുക്ക് മുകളിൽ റൂഫിലും വന്നിട്ടുണ്ട്. ഈ കിച്ചണെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി കളർ പാറ്റേൺ അല്ലേ ഇവിടെ. ചോക്ലേറ്റ് കളർ, അതിന്റെ മാച്ച് ടൈൽസും താഴത്തെ പ്ലൈവുഡ് ആണെങ്കിലും സെയിം എല്ലാം ഒരു മാച്ച് ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയാ സൺലൈറ്റ് വരാനുള്ള രീതിയിൽ ഇവിടെ ഓപ്പൺ ആണ്. ഓ, അത് നല്ലൊരു എലമെന്റ് ആണല്ലോ. ശരിക്കും ഈ ലൈറ്റ് തന്നെ നന്നായിട്ട് കിട്ടും ഒരു ഏരിയയിൽ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അവിടുന്ന് ഒരു പക്ഷികളോ ഒന്നും കൂടെ വരൂല, അവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. ഇപ്പൊ കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുന്ന പോലെ ഒരു ഏരിയ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ 3 ബെഡ്റൂമുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതെല്ലാം ഒറ്റ സൈഡിലാണ് വന്നിരിക്കുന്നത്, ഒറ്റ ലൈനിലാണ് 3 ബെഡ്റൂമിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിലാണ് വീട് വാർത്തിരിക്കുന്നത്, കോൺക്രീറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഇതാണ് ബെഡ്റൂം. 3 ബെഡ്റൂംസ് ആണ്. കിച്ചണിന്റെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ കിച്ചണിൽ തന്നെ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും പറഞ്ഞിരുന്നു ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ കിച്ചണിന് നമുക്കൊരു പ്രൈവസി വേണം, പ്ലസ് നമുക്കൊരു നല്ല സ്പേഷ്യസും ആയിരിക്കണം എന്ന് പറഞ്ഞ കാരണമാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. ആൻഡ് ഈ ഡോറ് നമ്മുടെ മരത്തിൻ്റെ ഒന്നല്ല, ഇത് ഇങ്ങനെയാണ്, ഗ്ലാസ് ഡോറാണ്. ആൻഡ് ഞങ്ങൾ കർട്ടൻ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല പ്രൈവസിയാണ്. ഞങ്ങളുടെ പേഴ്സണൽ ഒരു നീഡിനാണ് ആർക്കിടെക്ട് സജസ്റ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളായിട്ട് ഇട്ടതാണ് കർട്ടൻ. കർട്ടൻ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല പ്രൈവസിയാണ്. ഇത് ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും പുറമേ നല്ല ശബ്ദങ്ങൾ മാറി, ഒന്നും കേൾക്കില്ല. അവിടെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. നാച്ചുറൽ ലൈറ്റ് ആണ് ഈ വീടിന്റെ ഒരു ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അങ്ങനെ പറയാം. പിന്നെ രാത്രി നമുക്കത് ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. നമ്മൾ കർട്ടൻസ് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ രാത്രി നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബ് ആവില്ല. പിന്നെ ഈ ഒരു ഡോർ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഇവിടെ വരെ ചുമര് പണിതിട്ട് എഗെയിൻ ഇവിടെ ഒരു ഡോർ വെക്കാം, സാധാരണ കണ്ടംപററി ഹൗസിലുള്ള പോലെ. ഞങ്ങളത് പ്രിഫർ ചെയ്തില്ല, കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ ഇവരാണ് സജസ്റ്റ് ചെയ്തത് ഇങ്ങനത്തെ ഡോർ. ഓക്കെ, ഒരു സിമ്പിൾ ഡിസൈനുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണത് അല്ലേ? ഓക്കെ, ഇപ്പൊ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടാണ് എല്ലാം നൈസ് സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ, വളരെ സിമ്പിൾ ഡിസൈൻ ആണ്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയയുടെ തൊട്ടിപ്പുറത്താണ് സെക്കൻഡ് ബെഡ്റൂം, നടുക്കത്തെ ബെഡ്റൂം വരുന്നത്. അതെ, സച്ചുവിന്റെ ബെഡ്റൂം ആണത്, നടുക്കാണ്. അതെ, കാരണം അവന് ഞങ്ങളുടെ കൂടെ ഞങ്ങളോട് അടുത്തിരിക്കണം, പ്ലസ് അവനൊരു സെപ്പറേറ്റ് സ്പേസ് എല്ലാം വേണമല്ലോ. നാളെ ഞാൻ പറഞ്ഞ പോലെ നാളെ അവൻ വലുതാവുമ്പോൾ അവനല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും എന്താണ് എനിക്കൊരു സെപ്പറേറ്റ് സ്പേസ് ഇല്ലാത്തതെന്ന്. അപ്പോൾ ഇറ്റ്സ് എ സ്പേസ് ഫോർ ഹിം. അപ്പോൾ ഇവിടെയും നമ്മളെല്ലാം വേണ്ട സാധനങ്ങളെല്ലാം ബുക്ക് ഷെൽഫ് അടക്കം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഐഫ പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ്, ഐഫയുടെ തന്നെയാണ് ഈ ഫർണിച്ചർ എല്ലാം. ഓക്കെ, ഡോർ ഒരെണ്ണം തുറന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ബെഡ്റൂം ആക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിവിംഗ് സ്പേസിലേക്ക് എത്താം. ഒരു പ്ലാന്റർ ഏരിയ, പ്ലാന്റ് ബോക്സ് പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടോട്ടലി ഒരു ഓപ്പൺ ഹൗസ് ആയി. അതെ, ഇനി നമ്മൾ അങ്ങോട്ടാ പോകുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോ. മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കയറി വരുന്ന ഏരിയ തന്നെയാണ്, അതൊരു പ്രൈവസി ഉള്ള ഒരു ഏരിയ ആണ്. അതെ, മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയൊരു പൂജാ സ്പേസ് ആണ്. ഇതും ട്രഡീഷണൽ കൺസെപ്റ്റിനെ ഒരു ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പൂജാ സ്പേസ് ആണ്. ബാക്കിൽ ഒരു ചെറിയ ചെമ്പകം, അതിൻ്റെ ചോട്ടിൽ വിഗ്രഹം വെച്ചിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്. ആദ്യം അത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു ക്ലോസ്ഡ് ആയിട്ട് ഉള്ള യൂഷ്വൽ കൺസെപ്റ്റ് അല്ലാതെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ ഇത് വന്നപ്പോഴത്തേക്ക് സംഭവം കൊള്ളാമെന്ന് തോന്നി. അതെ, ഇവിടുന്ന് പുറത്തോട്ടും കാണാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മെയിൻ്റനൻസ് ഫ്രീ ഹൗസ് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലിട്ടേക്കുന്നത് മണ്ണല്ല, അത് ക്ലേ ബോൾസ് ആണ്. അതിൻ്റെ അടിയിലാണ് കുറച്ച് മണ്ണുള്ളത്. അപ്പോൾ ഈ ക്ലേ ബോൾസിൽ ഗുണം എന്താ വെച്ചാൽ ഞങ്ങളുടെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് ഓൺ ചെയ്ത് വെച്ചാൽ ഇതിലെ വെള്ളം സഫീഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ അടിയിൽ കൂടെ ഞങ്ങൾ പൈപ്പ് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. ഓക്കെ ഓക്കെ, ഇവിടെ എത്തും. യെസ്, ആൻഡ് ഇതിൽ സഫീഷ്യൻ്റ് ആയി വെള്ളം ആയി കഴിഞ്ഞാൽ അടുത്ത സ്ലാബിലേക്ക് കയറും, എന്നിട്ട് ഇതിനും വെള്ളം കിട്ടും. അപ്പം എന്താ വെച്ചാൽ ഈ നനവ് എപ്പോഴും നിൽക്കും. എന്നാൽ നമുക്ക് മണ്ണിൻ്റെ ശല്യമില്ല, മണ്ണിൽ വരുന്ന കീടങ്ങൾ വരില്ല. ക്ലേ ബോൾസ് അതെല്ലാം മാനേജ് ചെയ്യും. അണ്ടർ വാട്ടർ സപ്ലൈ നടക്കുന്നുണ്ട്. അതെ, അപ്പോൾ അത് അവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അമ്മ വരികയാണെങ്കിൽ എൻ്റെ അമ്മ വന്ന് ഒരു 15 മിനിറ്റ് അമ്മ പൈപ്പ് തുറന്നിട്ടിട്ട് അമ്മ പുറത്തെ പണികളെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും ഇവിടുത്തെ വെള്ളം സഫീഷ്യൻ്റ് ആവും. അതേപോലെ തന്നെയാണ് ഇവിടെയും പൈപ്പ് കൊടുത്തിട്ടുണ്ട്, അതിനും പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൺ ചെയ്ത് വെച്ചാൽ ഒരു 15 മിനിറ്റ്സിൽ ഇതെല്ലാം വെള്ളമായി. ഇത് നമ്മളെ കൊണ്ടൊന്നും നടക്കണ്ട, നനയ്ക്കണ്ട. ഇതൊക്കെ ഇൻവിസിബിൾ ആണ്, നമ്മൾ കാണുന്നില്ല. ഉള്ളിൽ അങ്ങനെ കുറെ പ്രോസസ് നടക്കുന്നുണ്ടല്ലേ? അതെ, ഇതെല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ വീട് കൊണ്ട് നടക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഒരു വീക്കെൻഡിൽ വരുന്ന ഫാമിലിയാണ്.
അപ്പോൾ മിക്ക ആൾക്കാരും അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഇതെല്ലാം ചെയ്യാം. നിങ്ങളുടെ ത്രൂ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവർക്കതൊരു ഉപകാരവും. അടുത്തത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ ഈ റൂം ഞങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത പ്ലാനിങ്. കാരണം ഈ റൂം നല്ലതായാൽ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം. മാസ്റ്റർ നന്നാവണം. അതെ. അപ്പോൾ ഇവിടെ ഇത് ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു ബ്രില്യൻ്റ് ഐഡിയ ആണ്. കാരണം ഇത് തുറന്നിട്ടാൽ നമുക്ക് ഈ ഗ്രീനറി മാത്രമേ കാണുള്ളൂ. അവിടെ ഒരു പൂജാമുറി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇല്ലില്ല. അപ്പോൾ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഡേ ടൈമാണ് ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വെന്റിലേഷനും എല്ലാം ആയി. ഇവിടെ ആ കോൺക്രീറ്റ് വാൾ ഒഴിവാക്കിയതിന്റെ ഗുണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വൺ സൈഡ് കൂടി ഇല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ വീടായി മാറിയത്. പിന്നെ ചൂട്, അതാണ് മെയിനായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ ഹ്യൂമിഡിറ്റി കൂടി വരുന്ന ടൈമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലും ചൂടാക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് ഓപ്പൺ സ്പേസ് കൊടുത്താൽ നമ്മളെയും പോസിറ്റീവ് ആക്കും. നമ്മൾ പോസിറ്റീവ് ആയാൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആവും. അപ്പോൾ ഇതാണ് ശരിക്കും കണക്കൂട്ടലുകളിൽ പണിതിട്ടുള്ള ബാങ്ക് ജീവനക്കാരുടെ വീട് എന്ന് വേണം ഇതിനെ പറയാനായിട്ട്. നിങ്ങൾ വെറുതെ പ്രൊഫഷൻ ശരിക്കും മുതലെടുത്ത് നല്ല കണക്കൂട്ടലുള്ള ആളുകളാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഈ സാഗരം എന്ന വീട് പണിതിട്ടുള്ള ആർക്കിടെക്ട് ബ്രിജേഷ് ഉണ്ട്. നമസ്കാരം. കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇത് ഒരു ഒന്നാന്തരം ഒരു വീട് തന്നെയാണ്. സിമ്പിൾ ഡിസൈനാണ് അല്ലേ? വളരെ സിമ്പിളാണ്. ഒരു പ്രത്യേകതയില്ല. ഡിസൈനിനെ സംബന്ധിച്ച് വളരെ 3 ബെഡ്റൂം ഒരു ലൈനിൽ പോകുന്നു. എന്താ പറയുക, നമുക്ക് വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ട്, ഒരു ആക്സസ് ഓഫ് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ ഉണ്ട്. ദെൻ ഇറ്റ്സ് ഡിവൈഡ്സ് ടു പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സ്പേസ്. ആൻഡ് പബ്ലിക് സ്പേസ് പ്രൈവറ്റ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ഡിവിഷൻ കൊടുക്കാനൊന്നും ഉള്ളതില്ല. വളരെ സിമ്പിളാണ്, വളരെ ഓപ്പൺ ഹൗസ് പോലെയാണ്. ദെൻ ഓരോ റൂമിനും അതിൻ്റേതായ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ്. അവരുടെ ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരുടെ ഒരു സ്ട്രെസ് ലൈഫിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് അവരുടെ മൂഡ് വളരെ ഫ്രഷാക്കി തിരിച്ചു വിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. മെയിൻ്റനൻസ് വളരെ സിമ്പിളായിട്ട്, എന്നാൽ എല്ലാ കൺവീനിയൻസും കൊടുക്കുക. നമുക്ക് ലാൻഡ്സ്കേപ്പ് വേണം, എന്നാൽ വളരെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു മെയിൻ്റനൻസിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീക്കിലി മെയിൻറ്റെയിൻ ചെയ്യാവുന്ന പ്ലാൻസ്, അതുപോലുള്ള സ്പേസ് കൺവേർഷൻസ് ആണ്. ഓരോ സ്പേസുകൾ വളരെ ഡ്രമാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതിലെടുത്തിട്ടുള്ളത്. ക്യൂട്ട് സിമ്പിൾ ഹോം, ഒരു കിളിക്കൂടുന്നത് പോലെ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ക്ലയന്റിന്റെയും അല്ലെങ്കിൽ ഈ പ്ലോട്ടിന്റെയും സ്വഭാവം ശരിക്കും അറിഞ്ഞു പണിതിട്ടുള്ള ഒരു വീട് തന്നെയാണ് അല്ലേ? ക്ലയന്റിനെ തന്നെയാണ് നമ്മൾ ശരിക്കും. ക്ലയന്റും ലൊക്കേഷൻ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ലൈഫ് സ്റ്റൈൽ. ഇവർ യങ്സ്റ്റേഴ്സ് ആണ്, ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവന് പ്ലേ ചെയ്യാൻ നമ്മൾ സ്റ്റെയർ കേസ്, അങ്ങനെ കുറേ എലമെന്റ്സ്, ഈവൻ വാട്ടർ ബോഡി ആയാലും ആ ഒരു കുട്ടിക്ക് പോലും ഒരു ഒരു റിലാക്സ്. ഇപ്പൊ അവന്റെ കളിസ്ഥലം, അവന് ഇടയ്ക്ക് ചെടിയുടെ ഉള്ളിൽ കൂടെ ചാടി വരാം അല്ല. സോ എവറി ഡേ റൂമിൽ കയറി ഇറങ്ങണം. അപ്പൊ അപ്പുറത്ത് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് ചെടിയൊക്കെ നശിപ്പിക്കണം. എന്നാലാണല്ലോ അവനും ആ ഒരു പ്രകൃതിയുമായിട്ട് അണങ്ങി വരുള്ളൂ. റൈറ്റ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് കൂടെ വീടിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ജെയ്ഡ് ആർക്കിടെക്ട്സ്. എവിടെയാണ്? അയ്യന്തോളാണ്, തൃശ്ശൂർ അയ്യന്തോളാണ്. ഓൾ കേരള വർക്ക് ചെയ്യുന്ന? തീർച്ചയായിട്ടും. ഞങ്ങൾ തിരുവനന്തപുരം ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ അപ്പാർട്ട്മെന്റ്സും ഹോസ്പിറ്റാലിറ്റി പ്രോജക്ട്സ് ഒക്കെ ആയിരുന്നു നമ്മുടെ ഇനീഷ്യലി തുടങ്ങിയിരുന്നത്. ഇപ്പോൾ കൂടുതലും റെസിഡൻഷ്യൽ ആൻഡ് ഇന്റീരിയേഴ്സിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പാർട്സ് ഹോട്ടൽസ് ആണ് നമ്മുടെ, ശരിക്കും ഹോസ്പിറ്റാലിറ്റി പ്രോജക്ട്സ് ആണ് നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. യെസ്. അപ്പോൾ സാകേതം എന്നുള്ള ഈ കൊച്ചു വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നമ്മൾ ആരംഭത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ കൊച്ചു കിളിക്കൂട് പോലെ അല്ലേ ബ്രിജേഷ് സാറേ? തീർച്ചയായിട്ടും. വളരെ ക്യൂട്ട് ഒരു കിളിക്കൂട് തന്നെയാണ്. അത് നമുക്ക് പുറമേ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വീടാണ്. അപ്പോൾ നിങ്ങൾ താമസം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരുപാട് കാലം ഈ വീട്ടിൽ സന്തോഷമായിട്ട് താമസിക്കാൻ പറ്റട്ടെ. ഓക്കെ. അപ്പോൾ ഇലഞ്ഞി മരമൊക്കെ വളർന്ന് വലുതാകുമ്പോൾ ഒരു ദിവസം അനുഭവിക്കാൻ വരണമെന്നുണ്ടല്ലോ വിഞ്ചു. അപ്പം നല്ലൊരു ഇലഞ്ഞിപ്പൂക്കാലം ഈ വീടിന് ആശംസിക്കുന്നു. സന്തോഷം. അപ്പം ജെയ്ഡ് ആർക്കിടെക്ട്സ് അല്ലേ ബ്രിജേഷ് സാർ? ഇവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ടോ, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. പുതിയൊരു അടിപൊളി വീഡിയോയോട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യട്ടോ. അപ്പം ബ്രിജേഷ് സാർ ഒരു ബൈ പറഞ്ഞേരെ. ബൈ.